ഹായ് ഗൈസ്, ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടി താമരശ്ശേരി കൊണ്ടുപോകണം. നമ്മളെ വണ്ടിയാണെങ്കിലോ ഫുള്ള് ചെളിയാ കേനാക്കി. നമുക്ക് താമരശ്ശേരിക്ക് വണ്ടി കൊണ്ടുപോകണമെങ്കിലോ ഈ വണ്ടി ആദ്യം പുറത്തിറങ്ങണം. നമ്മൾ ഓല ഇലക്ട്രിക്കലാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇതിന്റെ മോട്ടോർ ബെൽറ്റ് പൊട്ടിയാണ്. എന്റെ മോൻ ഈ കാക്കിലോട്ട് വണ്ടി ഓടിക്കുന്നുള്ള സമ്മതിക്കണം. എന്തൊരു ചൂടാന്നറിയോ. നമ്മളെന്തായാലും വണ്ടിയെ കിട്ടി നേരെ താമരശ്ശേരി എത്തിയിട്ടു. വരുന്ന നോക്കി വീട്ടിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരാളും കൂടി ഉണ്ടായി. നമ്മൾ ടാസ്ക് എന്താ വെച്ചാൽ കുടിച്ചൊന്നും തായിരിക്കണം കേട്ടോ. അങ്ങനെ വണ്ടി എന്തായാലും നിലത്ത് ഇറക്കിട്ടോ. ഈ ലൈൻ ഷർട്ടാണ് കേട്ടോ ഇതിന്റെ ഓണർ. വണ്ടി മൊത്തം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു എടുക്കുന്നുണ്ട് ആൾ പറഞ്ഞത്. മൂപ്പര് ഓൺലൈൻ വഴി മേടിച്ച വണ്ടിയാണ് കേട്ടോ. അങ്ങനെ വണ്ടിക്ക് ഇറക്കി നമ്മൾ നേരെ തിരിച്ചു പോകാൻ. നമ്മൾ പിന്നെ കാക്കിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്തൊരു ചൂടാന്നറിയോ. അതൊക്കെ നമ്മൾ അന്നേരം ചെറിയൊരു മലയിലോട്ടാണ്. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തേങ്ങ കൊടുത്ത് സെറ്റായി കൊടുത്ത് ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വെറുതെ എങ്ങനെ ഇരുന്നപ്പോഴാണ് തോന്നിയത് വണ്ടി കയ്യാലോ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ലോ. എല്ലാ സാധനം സെറ്റാക്കി നേരെ വണ്ടി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടു. അങ്ങനെ വണ്ടിയൊക്കെ കൈ കഴിഞ്ഞപ്പോൾ ഇതാ ചങ്ങായി വിളിക്കുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വണ്ടി എടുത്ത് നേരെ ഇറങ്ങി. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചങ്ങായിക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി വെക്കാൻ പോകണ്ടു. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലെത്തിയിട്ടു. ഓൻ നോക്കുന്ന ബുള്ളറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഹിമാലയം എടുത്ത മോനെ. അപ്പോൾ പറഞ്ഞു ഹിമാലയം ഇഷ്ടമില്ല. ഹിമാലയം ഇഷ്ടമില്ലാത്ത ആരാ മോനില്ലേ. ഓന് വേണ്ടത് 17-18 മോഡൽ ബുള്ളറ്റ് ആണ് കേട്ടോ. അതുകൂടെ എല്ലാത്തന്നെ നമ്മളവിടെ ഇറങ്ങി 17-18-19 മോഡൽ ആരെയും കയ്യിലുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിൽ നമ്മളൊരു ചായക്ക് നിർത്തിയാണ്. ചായ കുടിക്കാത്തതുകൊണ്ട് നമ്മളൊരു സർവത്തും നാരങ്ങ സോഡയും 2 കടിയും പറഞ്ഞിട്ടു. അങ്ങനെ അത് വന്നിട്ടു. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ ചൂട് വായിലോട്ട് വെക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ആ സർവത്ത് കുടിച്ച് തീർത്താർന്നിട്ടു. അങ്ങനെ അതൊക്കെ നമ്മളെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. നമ്മൾ വണ്ടിയിട്ട് നേരെ നാട്ടിലോട്ട് പോയിട്ടു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി അടുത്തോട്ട് കാണേ. അപ്പൊ ശരി.